ഫാഷൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന എക്സ് ഫാക്ടറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഫാഷൻ ലോകത്തെ നിറസാന്നിധ്യം ശ്രീമതി ബീന കണ്ണനാണ് ഇന്നും നമ്മളോടൊപ്പം എക്സ് ഫാക്ടറിൽ ഉള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒരു രസം കളയുന്നില്ല. ഷീമാട്ടിയിലെ വിശേഷങ്ങളിലേക്ക്. ധാരാളം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് നമ്മളിവിടെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇങ്ങനത്തെ സാരീസിനൊക്കെ എന്താ പേര് പറയുന്നത്? ഇത് പട്ട് സാരി, ലൈറ്റ് വെയ്റ്റ് സിൽക്സ്. അതിനപ്പോൾ ആൽബം എന്ന് പറയാറുണ്ടോ? ആൽബം നമ്മൾ ജൂട്ട് വീവ് ചെയ്യുമ്പോഴാണ് അതിനെ ആൽബം എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ. ഇതേ സാരികൾ ലൈറ്റ് വെയ്റ്റ് സിൽക്കിൽ ഈ ജൂട്ട് വീവിങ് കംപ്ലീറ്റ് ആയിട്ട് ജൂട്ട് വീവിങ് വന്ന ഒരു കാലഘട്ടത്തിനെയാണ് ആൽബം എന്ന് വിളിച്ചിരുന്നത്. സോ ഇപ്പം ആ ജൂട്ട് വീവിങ് കുറഞ്ഞിട്ട് വി ആർ ബാക്ക് ഇൻ ടു സെൽഫ് ത്രെഡ് ആൻഡ് കളറിംഗ് ബൈ ദ വീവ് ഇറ്റ് സെൽഫ്. ഓക്കെ. അപ്പം ആ ഇതിലിപ്പം ഒരു 3000 ഈവൻ ഫ്രം 1000 rupees to 6000. ഓ 1000 to 6000 you will get ranges. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ ഇതുണ്ടോ? ഇതൊക്കെ നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് അല്ലേ സംഭവം? ഇതൊക്കെ അല്ല ഇങ്ങനത്തെ കളേഴ്സ് ആണോ? എനിക്ക് യെല്ലോ തന്നെ, എൻ്റെ ഫേവറേറ്റ് യെല്ലോ ആണ്. അല്ല പണ്ട് മഞ്ഞസാരി ഇവിടെ കണ്ടാലും മോൻ ചുളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഞ്ഞസാരി ഞാൻ പറഞ്ഞാല് ബീനമ്മ മഞ്ഞ വിക്കത്തേയില്ല എന്നൊക്കെ പറഞ്ഞ് കഥയും പാട്ടും ഒക്കെ പാടി അങ്ങനത്തെ ഒരു സമയം തിരിച്ചു വയ്ക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ബ്ലൂ, ഈ ബ്ലൂ ഒക്കെ ഇപ്പൊ എവിടെ നോക്കിയ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ? നല്ല 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 കളേഴ്സ് ഒക്കെ നന്നായി വിൽക്കുന്ന സമയമാണ്. ഇനി എനിക്ക് ചോദിക്കാനെന്ന് വെച്ചാൽ സാരീസിലുള്ള പല മേക്ക് ഓവറും അല്ലെങ്കിൽ സാരിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഷീമാട്ടി തന്നെ ഒരു മേക്ക് ഓവർ നടത്തിയായിരുന്നു അല്ലേ? എനിക്കതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഈ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് വി ഹാവ് അഡ്വർടൈസ്ഡ് ഫോർ ഗേൾസ്. അപ്പം ഒരു 10,000 പേര് തന്നെ അപ്ലൈ ചെയ്തിരുന്നു. അതിൽ നിന്ന് സ്ക്വയർ അപ്പ് ചെയ്ത് ഒരു 400 പേരെ ഞങ്ങൾ സ്ക്വയർ അപ്പ് ചെയ്തിരുന്നു. സോ ഏജ് ലിമിറ്റ് ഫ്രം 18 to 35 or 42 വരയ്ക്കും ഞങ്ങൾ ചോദിച്ചിരുന്നു. മോഡൽസ് ആകാനായിട്ട് 42 ആ ഒരു ഹൗസ് വൈഫ്സ് ഓർ പ്രൊഫഷണൽസ് എവറിബഡി ഈസ് വർക്കിംഗ് ആസ് MBAs ഓർ ഇൻ ബാങ്ക്സ് ഓർ ഇൻ HR ഓഫീസസ്. ഇവരെല്ലായിടത്തും ജോലി ചെയ്യുന്നവരാണ്. അവർ അപ്ലൈ ചെയ്ത് എല്ലാവരും ഹൗസ് വൈഫ്സും കാണുമല്ലോ നല്ല ശതമാനം. ആ ഒരു ആഡ് തന്നെ വലിയൊരു എന്താ പറയുക സക്സസ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, വലിയൊരു എല്ലാവരും വേറിട്ട് നിൽക്കുന്ന ഒരു ആഡാണത്. ബിക്കോസ് നമ്മളിൽ തന്നെ ഈ സാരി ഉടുത്താൽ നന്നായിരിക്കുമെന്ന് പലർക്കും ഇപ്പം ഇതിന് വിശ്വാസം വന്ന ഒരു ചേഞ്ച് ആയിരുന്നു അത്. ബിക്കോസ് ഈ മോഡൽ സാരി ഉടുത്തിട്ടുണ്ട്, ഇവരെ കണ്ടാൽ ഇവരെ പോലെ ഞാനിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പലരും ഉണ്ടായിരുന്നു. സോ ഈ കുട്ടികൾ അങ്ങനെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. സോ ഇന്ന് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ദേ ആർ ജോയിനിങ് us soon. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ഇവിടെ നമ്മുടെ മേക്ക് ഓവർ ചെയ്ത കുട്ടികളിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇവരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണെന്നുള്ള കാര്യം കുറച്ച് നേരം കൊണ്ട് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ മാം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിന്ന് ഈ കുട്ടി ആരാണ്? ഞങ്ങളുടെ സ്റ്റൈലിസ്റ്റ് ആണ്. ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. നന്നായിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ്. സോ ഇവരെ മേക്ക് ഓവർ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ ആളെ മുഴുവനും തിരിച്ച് മറിച്ച് കൊണ്ടുവരാനുള്ള കഴിവ് കുട്ടിക്കുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് പേര്? ശരണ്യ. അപ്പോൾ ശരണ്യനോട് എനിക്ക് ചോദിക്കാനെന്ന് വെച്ചാൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരിപ്പോൾ ഇന്ന് ഇരിക്കുന്നുണ്ട്. ഇവർ മുന്നേ ഇവിടെ ഈ ഒരു മേക്ക് ഓവറിന് മുന്നേ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ? ഇപ്പം എന്താ പേര്? മുന്നി ഇപ്പം ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? മുന്നേ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ എല്ലാത്തിനെയും പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ്. സോ അത് കഴിഞ്ഞ് എല്ലാവരും നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന പിള്ളേർ തന്നെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട്. സോ അപ്പോൾ പിന്നെ എനിക്കും ആ കോൺഫിഡൻസ് ഉണ്ടായി, എല്ലാവരെയും മേക്ക് ഓവർ മാറ്റിയെടുക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പം ഇതിൽ ശരണ്യനെ പരിചയപ്പെട്ടു, ബാക്കിയുള്ള കുട്ടികളൊക്കെ ഞാൻ പരിചയപ്പെടട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. എന്താ പേര്? എൻ്റെ പേര് മുന്നി. ഓക്കെ.
ഇവിടെ Anjali. അഞ്ജലി മാം. I'm Dr. Kiran. ഡോക്ടറാണ് ഇദ്ദേഹം. I'm a naturopathist. ഓക്കെ. I'm Rakhi. I'm advocate. അഡ്വക്കേറ്റാണ് രാഖി. Suja. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കുട്ടികളെ പരിചയപ്പെട്ടു. ഇനി ഇവരുടെ പ്രൊഫഷൻ എന്താണ്, എന്ത് ചെയ്യുന്നു? ഞാൻ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. No, I'm a naturopathist. So I'm practicing. Yeah. ഓക്കെ. ഞാൻ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുകയാണ്. അപ്പം കമ്പനിയും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയും പിന്നെ ഈ ഒരു മേക്ക് ഓവറും എങ്ങനെയാണ് അഞ്ജലിയിൽ ഒരു മേക്ക് ഓവർ വരുത്തിയതെന്ന് പറയാമോ? ഇതിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എല്ലാവരും കുറച്ച് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുതന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ബ്ലെസ്സി, റൈറ്റ്? ഓക്കെ, ബ്ലെസ്സി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ PG ചെയ്യുന്നു സൈക്കോളജിയിൽ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല? അപ്പം ബീന മാമിൻ്റെ ഈ ഒരു മേക്ക് ഓവർ ബ്ലെസ്സിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അതിന് മുൻപ് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു സ്കൂൾ ലെവലിൽ പോലും ഒരു പ്രോഗ്രാമും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയത് ഒരു കോൺഫിഡൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഒരു മാമിൻ്റെ ഇതിൽ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അത് വിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും ഇപ്പോൾ ഒരു വീട്ടിലെ ഫംഗ്ഷന് പോകുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഷീമാട്ടിനെ കുറിച്ചാണ്. അല്ലാതെ നമ്മുടെ കാര്യങ്ങളല്ല ചോദിക്കുന്നത്. ഷീമാട്ടിലെ പുതിയ പ്രോജക്ട്സ് എന്താണ്, പുതിയ ഷൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, എൻ്റെ ഒരു സെൽഫ് എസ്റ്റീം തന്നെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സംഭവമായി മാറി. എത്ര ആഡ് ചെയ്തു ബ്ലെസ്സി? എത്ര ആഡ് ചെയ്തു? ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ല, വേറെ ഇതിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ 2-3 സെഷൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 360 ഡിഗ്രിയുടെ ചെയ്തു. പിന്നെ അതുകൂടാതെ സെലിബ്രിറ്റി ചെക്സ് എന്ന് പറഞ്ഞിട്ടൊരിത് ചെയ്തു. പിന്നെ അതിന് മുമ്പ് ഫസ്റ്റ് മേക്ക് ഓവർ സെഷൻ, അത് മാമിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെ വന്ന ഒരാളാണ്, തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന്. അപ്പം ഈ ഷീമാട്ടിയുടെ മേക്ക് ഓവർ എന്നുള്ളത് തന്നെ ഇപ്പം നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പോൾ നന്നായിട്ട് സാരി ഉടുക്കണം, അല്ലെങ്കിൽ നന്നായി സാരി ഡ്രേപ്പ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷീമാട്ടി മോളിലാണെന്നുള്ളത്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ധാരാളം പേര് ഇതല്ലേ ഷിമാട്ടി ഹോട്ടലല്ലേ എന്നുള്ള രീതിയിൽ. സുജയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് വയനാട്ടിലാണ്, പക്ഷേ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ദോഹയിലാണ്. അപ്പോൾ ഇന്ന് നമ്മളെയൊക്കെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് എനിക്ക് ഞാന്ന് വന്നോളൂ. അപ്പം എനിക്ക് ഈദ് ഹോളിഡേയ്സ് ഉണ്ട്, അപ്പോൾ ഇതും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അതിലേക്ക് വന്നു. അപ്പോൾ സുജ പറയൂ, സുജേനെ ഇപ്പോൾ എങ്ങനെയാണ് പുറത്തുള്ള മലയാളീസൊക്കെ എങ്ങനെയാണ് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് കിട്ടത്തില്ല ഓഫ് കോഴ്സ്. പിന്നെ നാട്ടിൽ വരുമ്പം നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇനി അടുത്ത ഷൂട്ട് എപ്പോഴാണ്, എന്താണ് ബീന മാം പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ഷിമാട്ടിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ, മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പം അഡ്വക്കേറ്റ് എന്ത് പറയുന്നു? ഇപ്പോൾ ഓരോ അഡ്വക്കേറ്റ് ഇപ്പോൾ ചെല്ലുമ്പോൾ കൂടുതലും കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ് ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചോദിക്കുക? ജഡ്ജിനെ അങ്ങനെ പഠിപ്പിക്കാം. ഉണ്ട്, അതുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്താ ചോദിക്കാറുള്ളത്? അത് ലൈക്ക് ഇപ്പം കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ നമ്മളെ ഫ്രണ്ടാണെന്ന് പറയുന്ന ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത്. മാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ബ്യൂട്ടി കൺസെപ്റ്റ്? അതായത് അത് സൗന്ദര്യമാകാം, അല്ലെങ്കിൽ സാരി ആവാം. എന്താണ് മാമിനെ സംബന്ധിച്ച് ഒരാൾ ബ്യൂട്ടി അല്ലെങ്കിൽ സൗന്ദര്യം എന്നതിനെ കുറിച്ചുള്ള മാമിൻ്റെ ഒരു ഡെഫിനീഷൻ, കാഴ്ചപ്പാട് എന്താണ്? ബ്യൂട്ടി കംസ് ഫ്രം വിതിൻ. അകത്തു നിന്നാണ് ബ്യൂട്ടി വരുന്നത്. അത് ഇറ്റ്സ് നോട്ട് പെരിഫറൽ. ഒരു സ്കിൻ ഡീപ്പ് അല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് സ്കിൻ ഡീപ്പേ അല്ല, അകത്തുനിന്ന് വരണം. സോ ഏറ്റവും നമ്മുടെ ഇൻസൈഡിൽ എന്താണോ അതായിരിക്കും പുറത്ത് പ്രതിഫലിക്കുക. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അത് പുറത്ത് കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടും. നമ്മുടെ അകത്തുള്ള ശക്തി പുറത്ത് തീർച്ചയായിട്ടും കാണപ്പെടും. യുനോ ബോഡി ലാംഗ്വേജ് ഹാസ് ടു ബി ഗുഡ്. സോ എന്നാലേ നിങ്ങൾ ഈ ഉടുത്തിരിക്കുന്ന എന്തായാലും അതും നന്നാവുള്ളൂ. സോ നമ്മുടെ എല്ലാ ആസ്പെക്ട്സും നന്നായി ട്രെയിൻ ചെയ്തെടുക്കുക. ലൈക്ക് ബീങ് എ ഗുഡ് പേഴ്സൺ, ബീങ് എ ഗുഡ് ഹ്യൂമൻ ബീങ്, ബീങ് ഗുഡ് അറ്റ് ഹാർട്ട്. അപ്പോൾ ദെൻ എവറിത്തിങ് കംസ്. ബാക്കിയുള്ളത് വന്നോളും. നല്ലൊരു മനുഷ്യനായിട്ടും നല്ലൊരു ഹൃദയമുള്ള ആളായിട്ടും നമ്മൾ വരികയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ ഫോളോ. ഇന്നത്തെ നമ്മുടെ ഈ ഷോയിൽ വന്നിട്ട് നമ്മളോട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാരികൾ കാണിച്ചു തന്നു, കാഷ്വൽ ആയിട്ടുള്ള സാരി കാണിച്ചു തന്നു, ബ്രൈഡൽ സാരി കാണിച്ചു തന്നു. പിന്നെ ഒരു ബ്രൈഡ് ഒരുങ്ങുമ്പോൾ
അവൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സാരി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് മാം ഷെയർ ചെയ്തു. എനിക്ക് ഒരു നന്ദിയിലൊന്നും ഞാൻ ആ ഒരു വാക്ക് നന്ദി മാം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ ഇനിയും വരും, ഇനിയും വരും. എനിക്ക് ഇതുപോലെ തന്നെ സാരീനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സൽവാസിനെ കുറിച്ചിട്ടാണെങ്കിലും ഏതൊരു സമയത്തും എനിക്ക് ഓടിയെത്താവുന്ന ഒരു സ്ഥലമാണ് ഷീമാട്ടി എന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടെയുള്ള വെറൈറ്റി എന്താണ്, അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കണ്ട, നന്മ ഏതാണ് തിന്മ ഏതാണ്, മാം പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാം എന്നാലും ഞാൻ എല്ലാ പ്രോഗ്രാമിലും എല്ലാവരും പറയുന്ന പോലെ പറയണം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് ആതിര, താങ്ക്സ് ഫോർ ദ ടീം ആൻഡ് കൈരളിക്കും കൈരളി പ്രേക്ഷകർക്കും ഷീമാട്ടിയുടെയും എൻ്റെയും പേഴ്സണലായ അഭിവാദ്യങ്ങൾ. താങ്ക് യു.